സൂപ്പർ സ്റ്റാറിനെ പ്രണയിച്ച കാന്താരി ലാസ്റ്റ് പാർട്ട്. രചന സിലൂട്ടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ പൂനൂർ. എന്റെ അമ്മേ ഒന്ന് മെല്ലെ, ആ പിന്നിപ്പന്റെ കഴുത്തിൽ കുത്തിക്കേറുമല്ലോ. അപ്പാർട്ട്മെന്റിലെ ഓണപരിപാടിക്ക് പോകാൻ വേണ്ടിയുള്ള സാരി ഉടുക്കൽ മഹാമാഹത്തിലാണിപ്പോ. ജയും ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഗെറ്റപ്പിൽ തന്നെ ഒരുങ്ങി. നമുക്ക് സാരി വാങ്ങാനല്ലേ അറിയൂ, ഉടുക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് അത് അമ്മയാണ് ചെയ്തിരുന്നത്. അങ്ങനെ 56-ാമത്തെ പിന്നും കൂടി കുത്തിയ അമ്മ സംഭവത്തിന് അന്ത്യം കുറിച്ച് ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. കൊള്ള, നീ ഒരു സുന്ദരി തന്നെ. സെൽഫ് മോട്ടിവേഷൻ അത് നമുക്ക് മെയിനാണ്. കുഞ്ഞണി, പരിപാടി തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ സാരി എടുത്തോണ്ട് പോകുന്നു. നീ ആയതുകൊണ്ട് എനിക്കൊരു പേടി, ഇതെങ്ങാനും ഊരി വീണ നാണക്കേടാ നീ. ഇങ്ങനെ ഒരു നെഗറ്റീവ് കൂടി അമ്മയുണ്ടായാൽ മതി മനുഷ്യന്റെ കോൺഫിഡന്റ് കളയാൻ. ഇതിനൊക്കെ മറുപടി പറയുന്നാലേ ഇന്ന് ഇവിടെ തന്നെ ഇരിക്കുന്ന അറിയാവുന്നതുകൊണ്ട് എപ്പോഴത്തെയും പോലെ പുച്ഛിച്ച് ഞാൻ അവസാനം ടച്ചപ്പ് ചെയ്ത് അമ്മയും ഞാനും കൂടി അപ്പാർട്ട്മെന്റിന് മുകളിൽ നിലയിലുള്ള ഹാളിലേക്ക് യാത്ര ആരംഭിച്ചു. ഏടത്തേക്ക് വയ്യാന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ തന്നെ ഇരുന്നു. അവിടേക്ക് എത്തിയതും പരിദൂഷണ കമ്മിറ്റിക്കാർ നേരത്തെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവരെ കണ്ടതും അമ്മ കൂടി അതിലേക്ക് വലിഞ്ഞു കയറി. എന്തു പറയാനാ, പരിദൂഷണം കേൾക്കാൻ അമ്മക്കൊരു വിനോദമാണ്. കൊമ്മിയുടെ മമ്മിയും കുറവില്ല. ആന്റിയാണ് അമ്മയ്ക്ക് ഇവരുമായിട്ട് കമ്പനിയായി കൊടുത്ത്. ആളോടെ പ്രസന്റ് ആണ്. ഹാള് നിറച്ചും പൂവും കായും വെച്ച് അലങ്കോല പരിപാടി നടത്തിയിട്ടുണ്ട്. നടുക്കായി വലിയൊരു പൂക്കളവും. അതിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്ന കൊമ്മിയെ കണ്ട് നേരെ അങ്ങ് വെച്ച് പിടിച്ചു. അവളുടെ തലയിലെ പൂവിൽ നിന്ന് പാതി അടിച്ചു മാറ്റി എന്റെ മുടിയിലേക്ക് കുത്തിക്കയറ്റുമ്പോഴാണ് കൊമ്മിയുടെ അടുത്തി, അതായത് കുട്ടുവിന്റെ അമ്മ, അവരുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റിനെയും തോളിലേന്തി അങ്ങോട്ട് വന്നത്. എന്റെ സാരി ലൂസായി പോയി, നീ ഒന്ന് കൊച്ചിനെ പിടിച്ചേ എന്നും പറഞ്ഞ അവർ കുഞ്ഞിനെ കൊമ്മിയുടെ കൈ കൊടുത്ത് പോയി. കുഞ്ഞിനെ എന്തൊക്കെയോ പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊമ്മിക്ക് കോള് വന്നത്. ഉണ്ണിയെ കണ്ടാലറിയാം മൂരിലെ പഞ്ഞെന്ന് പറഞ്ഞ പോലെ അവളുടെ മോനെ കണ്ടപ്പോൾ തന്നെ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞ് പാമ്പേഴ്സ് ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി കയ്യിലേക്ക് വാങ്ങി. പണ്ടൊരിക്കലും എന്റെ ദേഹത്ത് മുള്ളി നാറ്റിച്ച ഒരു ചരിത്രമുണ്ടേ, അതുകൊണ്ട് സേഫ്റ്റി ഫസ്റ്റ്. അവൾ സൈഡിലേക്ക് മാറി നൊടുക്കത്തെ കുറുകലാണ്. അപ്പോഴാണ് എന്റെ ആളെ നോക്കിയത്. അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും പങ്കെടുക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ വരുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. അപ്പോഴേക്കും എന്റെ കയ്യിൽ നിന്ന് പോസ്റ്റ് അടിച്ച് കുഞ്ഞാവ് കരയാൻ തുടങ്ങി. കുഞ്ഞിനെ കയ്യിലിട്ട് കുലുക്കി. ആടുകളൊക്കെ കാണിച്ചു കൊടുത്ത് ഒരുവിധം ഒതുക്കി. എന്നിട്ട് വീണ്ടും കരച്ചിൽ നിർത്തായിരുന്നു. ഇവന്റെ അമ്മയെ കണ്ടോ, ഇവന്റെ അമ്മയെ കണ്ടോ എന്ന് മനസ്സിൽ കോറസ് വിളിച്ച് കൊമ്മിയുടെ അടുത്തേയും തപ്പി നടന്ന് പൂക്കളത്തിന്റെ അടുത്തെത്തിയതും ഞാൻ അറിയാണ്ട് സാരിയിൽ ചവിട്ടിപ്പോയി. ദേ ഞാനും കുഞ്ഞും പൂക്കളത്തിലേക്ക് ലാൻഡാവുന്നേ എന്ന് മനസ്സിൽ വിളിച്ചു പറഞ്ഞ് കുഞ്ഞിന്റെ തലയുടെ പിറകിൽ കൈവച്ച് അവനെ നെഞ്ചോട് ചേർത്തതും പെട്ടെന്ന് 2 കൈകൾ വന്നതിനെ നെഞ്ചോട് ചേർത്ത് വീഴാതെ പിടിച്ചു നിർത്തി. എന്റെ ഉയർന്ന നെഞ്ചിരിപ്പും കയ്യിലെ വിറയിൽ നിന്നും ആരാണ് പിടിച്ചതെന്ന് മനസ്സിലായതും ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കി. കുഞ്ഞി കണ്ണുകൾ കുറുക്കി ആ കോലമുടി പുറകിലേക്ക് വഴഞ്ഞു മാറ്റി എന്നെ നോക്കിയതും ഞാൻ മെല്ലെ ജയിലിൽ നിന്നുള്ള നോട്ടം മാറ്റി. ചെറിയ കുഞ്ഞിനൊക്കെ എടുത്ത് നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ടിടവും, ശാസന കലർന്ന സ്വരത്തിൽ എന്നോട് പറഞ്ഞു. അത് അറിയാതെ സാരി ചവിട്ടിയപ്പോൾ പെട്ടെന്ന് ഞാൻ വിക്കി പറഞ്ഞൊപ്പിച്ചോ. എന്നെ നോക്കിയൊന്ന് ചുണ്ടുകൊടുത്ത് തലവുലുക്കി. സോറി, അല്ല താങ്ക് യു എന്നെ കടന്നുപോയ അവനെ നോക്കി പറഞ്ഞു. വീണ്ടും തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചവൻ. പിന്നെ ഫുൾ ഓണപരിപാടിയായിരുന്നു. ലെമൺ സ്പൂണ്, ഉറിയടി, അപ്പം കടി, സുന്ദരിക്ക് പൊട്ടുന്നുടൽ, അങ്ങനെ പലതും. ഒന്നിനും പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പോലും ഞാനും കൊമ്മി ഒന്നിടപെടാ എല്ലാ മത്സരത്തിനും കയറി നിരങ്ങി. എന്തിന് 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കുള്ള മുട്ടായി പെറുക്കൽ വരെ ഞങ്ങൾ വലിഞ്ഞു കയറി. ഞങ്ങളുടെ ആത്മാർത്ഥ കണ്ട് പ്രത്യേക പ്രോത്സാഹന സമ്മാനം വരെ പ്രസിഡന്റ് ഞങ്ങൾ സ്പോൺസർ ചെയ്തു. ഓരോ മത്സരം തുടങ്ങുമ്പോഴും എല്ലാവരും ചെയ്യാൻ നിർബന്ധിക്കുമെങ്കിലും അവൻ അയ്യോ ഞാനില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് താളം ചവിട്ടും. അങ്ങനെ അവൻ ഒക്കത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഈ അപ്പാർട്ട്മെന്റിലെ കണ്ണിലുണ്ണിയായ അപ്പു തന്റെ ഫോണും ക്യാമറ സ്റ്റാൻഡും തൂക്കി അങ്ങ് വന്ന്. ആളൊരു കിളിർത്തു വരുന്ന ഒരു യൂട്യൂബറാണ്, വകയിൽ കൊമ്മിയുടെ ഒരു കസിനും. അവന്റെ ചാനലിന് വേണ്ടി ജയുടെ ഒരു ഇന്റർവ്യൂക്ക് വന്നാണ് പോലും. ആളൊരു ചിന്ന സെലിബ്രിറ്റി ആണല്ലോ. ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജയ്യോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ചുറ്റുള്ള നമ്മളാണ്. ഇത് പൊളിക്കും. സംഭവം സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെയോ പുള്ളിയുടെ ഫാമിലി അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. നമ്മളത് പണ്ടേ അറിഞ്ഞു വെച്ചുകൊണ്ട് വല്ലാണ്ട് ചെവിയെടുക്കാൻ പോവാതെ അതിന് മറുപടി എടുക്കുന്ന ജയ്യുടെ ചോര ഊറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എനിക്കും ചോദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അപ്പോഴേക്ക് ഇത്രയും ആളുകളൊക്കെ ഉണ്ടായതുകൊണ്ട് വല്ലാത്തൊരു ചടപ്പ്. അങ്ങനെയൊക്കെ നോക്കിയും കണ്ടിരിക്കുമ്പോഴാണ് എന്റെ അപ്പുറത്തിരിക്കുന്ന കൊമ്മി കൈ പൊക്കിക്കൊണ്ട് എഴുന്നേറ്റ്. സംഭവം ചോദ്യം ചോദിക്കാനാണ്. ചോദിച്ചോ. അപ്പൊ അവിടുന്ന് കൈ കാണിച്ച് പറഞ്ഞു. കൊമ്മി എന്നെ ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ചു. ഇവള് എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. താങ്കൾ പെറ്റതാണോ? ആളുടെ ചോദ്യം കേട്ട് ഞാനിടയ്ക്ക് എല്ലാവരും കണ്ണുകളിൽ നോക്കിയതും. സോറി നാക്കൊന്ന് സ്ലിപ്പായി പോയതാ. ഞാൻ ചോദിച്ചു വന്ന എന്താന്ന് വെച്ചാ താങ്കൾ പെട്ടതാണോ? ഐ മീൻ ആർ യു ഇൻ എ റിലേഷൻഷിപ്പ്? ഹേയ് നോ. ചിരിച്ചോണ്ടാവൻ ഇല്ലെന്ന് തലയാട്ടിയതും കൊമ്മി വിടാൻ പാവില്ലെന്ന് ഇടയ്ക്ക് അടുത്ത ചോദ്യം ചെയ്ത് വിട്ടു. പിന്നെ ആർ യു ലവ് വിത്ത് സമ്മൺ? അതിന് മറുപടി അവന്റെ ചുണ്ടിൽ കള്ളച്ചിരിയേണ്ടതും എന്റെ നെഞ്ചിപ്പോ പൊട്ടുമെന്ന അവസ്ഥയായി. ഇവന് വേറെ ആരെങ്കിലാണ് ഇഷ്ടമെങ്കിൽ അയ്യോ ഞാൻ എവിടെ പോയി മാനസികം അതിനെ പാടും. എല്ലാവരും അവനെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന കണ്ടതും അവൻ അതേ കള്ളച്ചിരി തൂവി പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കൊരു ഇമ്മിനി വലിയ ഇഷ്ടം അത് ഇവിടെയുള്ള ഒരാളോട് തന്നെയാണ്. ആള് ഡെയിലി എനിക്ക് വേണ്ടി ലെറ്ററൊക്കെ എഴുതി എന്റെ ലെറ്റർ ബോക്സിൽ കൊണ്ടിടും. ബട്ട് ഇറ്റ്സ് എ സൈലന്റ് ലെറ്റർ. ആരാ എഴുതിയതെന്നും അറിയില്ല.
ആദ്യമൊക്കെ ഞാൻ വെറുതെ ഒരു കൗതുകത്തിനെന്ന പോലെ വായിച്ചു കിട്ടും. പിന്നെ പിന്നെ അറിയാതെ എൻ്റെ ലൈഫിലെ റൂട്ടീനായി മാറി. ഡെയിലി ലെറ്റർ ബോക്സിൽ ചെക്ക് ചെയ്യാതെ ഒരു സമാധാനം കിട്ടില്ല. ഇന്നലെ എനിക്ക് ആ ലെറ്റർ കിട്ടാൻ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ വെറുത്തറിഞ്ഞത്. ഇന്നലെ ആൾ ലെറ്റർ കൊണ്ടിട്ട് ഒപ്രാളത്തിനാണെന്ന് തോന്നുന്നു. മാറിപ്പോയതായിരിക്കാം. ലെറ്റർ ബോക്സിലുണ്ടായത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനത്തിന്റെ ലിസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് മാറിപ്പോയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആള് വേറെ കുഞ്ഞു ദൂതന്റെ കയ്യിൽ ലെറ്റർ എനിക്ക് എത്തിച്ചു തന്നു കേട്ടോ. എനിവേ ഐ ആം വെയിറ്റിംഗ് ഫോർ യു. അവൻ അത്രയും പറഞ്ഞ് നിർത്തിയതും എവിടെ പാര പടക്കം പൊട്ടിച്ചേ എന്നുള്ള രീതിയിൽ ഞാൻ കൊമ്മിയെ നോക്കി കരഞ്ഞോടി ചിരിച്ചപ്പോൾ അവൾ ഏതാണ്ട് അതേ അവസ്ഥയിൽ. നമ്മുടെ പ്ലാൻ ശരിക്കും വർക്കൗട്ട് ആയിടി. ഐ ആം ദ ഹാപ്പി എളി, ഐ ആം ദ ഹാപ്പി. നിന്റെ മാവിലും പൂവിരിഞ്ഞു തുടങ്ങി. ഇനി അതിൽ മാങ്ങ പിടിച്ച് പഴുപ്പിച്ച് ജ്യൂസ് അടിച്ച് കുടിപ്പിക്കേണ്ടത് നീയാണ്. എനിവേ കൺഗ്രാറ്റ്സ് അളിയ, കൺഗ്രാറ്റ്സ്. എന്റെ കൈ പിടിച്ച് കുലുക്കി കൊമ്മി പറഞ്ഞു. ഞാൻ ചിരിക്കണോ കരയണോ എന്ന് ചിന്തിച്ച് നേരെ നോക്കിയത് എന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന അമ്മയുടെ മുഖത്തേക്കായിരുന്നു. അവിടെ കലിപ്പ് ഭാവം. അതോടെ ഇന്നലത്തെ ലിസ്റ്റും മിസ്സിംഗ് കേസും എന്റെ കാമുകനുള്ള ലെറ്റർ എന്ന ഡയലോഗൊക്കെ ഓർത്തപ്പോൾ അമ്മയ്ക്ക് ഫിഷ് അടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എന്ത് കുനിഷ്ടൊപ്പിച്ചാൽ അത് മണത്ത് കണ്ടുപിടിക്കാൻ അമ്മ പണ്ടേ എക്സ്പേർട്ടാണ്. അമ്മ കലിപ്പിച്ച് നോക്കി. പൊരികമ്പൊക്കി എന്തോ ചുണ്ടനക്കി ചോദിച്ചാൽ ഞാൻ കൈമളത്തി എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് തോളുപൊക്കി കാണിച്ചു. ഇന്റർവ്യൂ പരിപാടി കഴിഞ്ഞു നേരെ ഓണസദ്യയിലേക്ക് കടന്നു. ഫസ്റ്റ് ട്രിപ്പ് അവിടുത്തെ തലനരച്ച പുരുഷ കേസരികളിരുന്നു. സെക്കൻഡ് ട്രിപ്പ് നമ്മളെ പോലുള്ളവർക്കാണ് ചാൻസ് എന്ന് അറിയാവുന്നതുകൊണ്ട് പ്രിപ്പയർ ആയി നിന്നു. ജയുടെ തൊട്ടടുത്തൊരു സീറ്റ്, അതാണ് ഞാൻ സ്വപ്നം കണ്ട കിനാശ്ശേരി. അങ്ങനെ അവർ എഴുന്നേൽക്കുന്ന കാത്തിരിക്കുമ്പോഴാണ് അമ്മ ഒരു ഗ്ലാസ്സിൽ പായസം എടുത്ത് വന്ന്. ഏടത്തിക്കുള്ളതാണ്, ഗർഭിണിയാണെന്നുള്ള പരിഗണന ഇപ്പൊ തന്നെ കൊണ്ടുകൊടുക്കണമെന്ന് അമ്മ പറഞ്ഞു. എന്റെ കിനാശ്ശേരി എന്ന് മനസ്സിൽ വിളിച്ചു പോയി. അമ്മയെ ദയനീയമായി നോക്കി തലയാട്ടി ഞാൻ 2 സ്റ്റെപ്പ് കിടന്നു. അമ്മ പുറകെന്ന് വിളിച്ചു. അതൊരു പാവം ചെറുക്കനാ, അതിനറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കരുത്. അമ്മ പറഞ്ഞ് കത്തിയെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് വായുടെ മുകളിൽ കൈവച്ച് അവിടുന്ന് എസ്കേപ്പ് ആയി. താഴേക്ക് ഓടിയടുത്തേക്ക് പായസവും കൊടുത്ത് വീണ്ടും ഓടിപ്പടിഞ്ഞ് മുകളിലേക്ക് എത്തുമ്പോഴേക്കും സെക്കൻഡ് ട്രിപ്പ് ഇരുന്നു. എന്നാലും 2-3 ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ജയ് എവിടെയെന്ന് തപ്പി നോക്കിയതും ആളവിടെ ഒരു അറ്റത്തിരിപ്പുണ്ട്. അവന് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ കണ്ടു എന്റെ കണ്ണുറുകി. കൊമ്മി പല്ലിയടിച്ചുകൊണ്ട് മനസ്സിലവൾ തെറി വിളിച്ച് ഞാൻ നോക്കുന്നതും കണ്ടത് അവൾ എന്നെ നോക്കിയൊന്ന് പല്ലിളിച്ചു. 1 മിനിറ്റിനുള്ളിൽ നീ ഇവിടുന്ന് സ്ഥലം മാറി എഴുന്നില്ലെങ്കിൽ ഇവിടെ പലതും സംഭവിക്കും. ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടതും ആൾ അപ്പം തന്നെ സീൻ ചെയ്തു. മനഃപൂർവ്വല്ലടി വിശന്നിട്ടാ റീപ്ലൈ വന്നു. ഞാൻ അവളെ കലിപ്പിട്ട് നോക്കി അടുത്ത മെസ്സേജ് ടൈപ്പ് അയച്ചു. നിന്റെ രഹസ്യങ്ങൾ ഞാൻ പരസ്യമാക്കും, പറഞ്ഞില്ലാന്ന് വേണ്ട, നന്ദിയില്ലാത്ത തെണ്ടി എന്നുള്ള റിപ്ലൈ ചെയ്യുന്ന അവൾ അവിടുന്ന് എഴുന്നേറ്റ് അപ്പുറം സൈഡിലാകെ ഒഴിഞ്ഞിരിക്കുന്ന കസേരയിൽ എന്നോട് മുഖം വീർപ്പിച്ച് കയറിയിരുന്നു. അവൾ സൈഡിലേക്കും തലതിരിച്ചു. തൊട്ടപ്പുറത്തിരിക്കുന്ന ശരണിനെ കണ്ട് അവളുടെ കണ്ണു വിഴിഞ്ഞു. ഇവൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? കുറച്ചു മുന്നേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് വന്നാണ് അവൻ. അമ്മമാരും അച്ഛന്മാരൊക്കെ അപ്പുറത്താണ്. ഡൈനിങ് ഏരിയ അത് കുറച്ച് മാറി. അതുകൊണ്ട് തന്നെ ഇവരാരും പെട്ടെന്ന് കാണുകയില്ല. അവൾ എന്നെ നോക്കിയെന്ന് വിളിച്ച് ഫ്ലൈയിങ് കിസ് പറത്തി തന്നു. ഞാനൊന്നും മെല്ലെ ചിരിച്ച് ഒന്നറിയാത്ത പോലെ ജയുടെ അപ്പുറത്തുള്ള കസേരയിൽ കയറിയിരുന്നു. ഞാൻ കസേര വലിച്ചിട്ട് സൗണ്ട് കേട്ട് അവനൊന്ന് തലപൊക്കി നോക്കി. വീണ് ഫോണിലേക്ക് തന്നെ നോക്കി. അപ്പോഴേക്ക് ഇല വന്നു. അതിന്റെ പുറകെ അച്ചാറ്, പച്ചടി, കിച്ചടി, തോരൻ, അങ്ങനെ ഇല നിറഞ്ഞു. സാമ്പാറും കൂട്ടിക്കുഴച്ച് ആദ്യത്തെ വായിൽ വെക്കുമ്പോഴാണ് പപ്പടം വന്നത്. ജയുടെ ഇലയിൽ പപ്പടം ഇട്ടതും അവനതെടുത്ത് തിരിച്ചു മറിച്ച് നോക്കി. ഇവനിതെന്തോ ആദ്യമായിട്ടാണ് പപ്പടം കാണുന്നത് എന്നും ചിന്തിച്ച് അവനെ തന്നെ നോക്കിയത് അവൻ എന്നെ തലയിരിച്ച് നോക്കി. എന്റെ ഈ 6 പാക്ക് കണ്ടിട്ട് നിനക്ക് ഈ പപ്പടം പോലെയാണല്ലോ തോന്നിയത്? എന്റെ നേരെ പപ്പടം പൊക്കി പിടിച്ച് അവൻ പറഞ്ഞു. വായുള്ള ചോറ് നെറുകിൽ കയറി ഞാൻ ഒറ്റ ചുമ. വെള്ളം കുടി. വെള്ളത്തിന്റെ ഗ്ലാസ് എന്റെ ചുണ്ടോട് മുട്ടിച്ച് അവൻ പറഞ്ഞു. എന്റെ ചുമ തന്നാലെ നിന്നു. എന്നെ നോക്കി സൈറ്റ് അടിച്ച് ആ പപ്പടം കൈകൊണ്ട് അമർത്തി ചോറിലിട്ട് അവൻ കഴിക്കാൻ തുടങ്ങിയാലും എന്റെ ചിന്ത അവന്റെ ഫസ്റ്റ് ഡയലോഗിൽ തന്നെ സ്റ്റെക്കായി നിന്നു. അവൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഞാനാണ് അവന് ഡെയിലി ലെറ്റർ കൊടുക്കുന്നത് അവൻ അറിയാന്നല്ലേ. അന്നൊരു ദിവസം ലെറ്റർ എഴുതാൻ ആശയദാരത്തിലിരിക്കുമ്പോൾ വേറൊന്നും കിട്ടാത്തതുകൊണ്ട് അവന്റെ 6 പാക്കിന് പപ്പടത്തിനോട് ഉപമിച്ച് ഒരു കവിത കുത്തിക്കയറ്റിയിരുന്നു. ശരിക്കും പപ്പടം പോലെയാണല്ലോ അവന്റെ 6 പാക്ക്. ബേസ് ഒട്ടിരിക്കും, പക്ഷെ വരി പോലെ ഇടക്ക് മാത്രം പപ്പടത്തിന്റെ കൊമള പോലെ പൊങ്ങിയിരിക്കുകയും ചെയ്യും. ആർക്ക് മുകളിൽ തുണി എടുക്കാതെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച സാമ്യമാണത്. എന്നാൽ ഇവൻ എങ്ങനെ ഞാനാണെന്ന് കണ്ടുപിടിച്ചു എന്നുള്ള ടെൻഷനിൽ ഒരു വറ്റുപോലും ഇറങ്ങിയില്ല. അപ്പൊ നേരത്തെ ഇവൻ ലെറ്റർ ഇടുന്ന ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. എന്റെ ചിന്ത കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ സെക്കൻഡ് ട്രിപ്പ് ചോറും കറിയും പോയി. ഞാനൊന്നും കഴിച്ചില്ലെങ്കിലും എന്റെ തൊട്ടപ്പുറത്തുള്ള ആൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ് പായസം വന്നിട്ട് ഞാൻ സെയിം ഷോക്ക് അടിച്ച ഫീൽ. എന്റെ ഫ്ലാറ്റിന്റെ ഡോറിന്റെ സൈഡിൽ ഞാനൊരു ഹിഡൻ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് മോളെ. അത് കണ്ടില്ലായിരിക്കും അല്ലേ? കസേര വലിച്ച് എഴുന്നേൽക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞതും ഞാൻ വീണ്ടും ഞെട്ടി പണ്ടാറടങ്ങി. അങ്ങനത്തെ കുന്ത്രാണ്ടൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഈശ്വര. ഓക്കെ കേട്ട് വയറുനിറഞ്ഞുകൊണ്ട് ഇലമണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി. നീ എഴുന്നേൽക്കുമ്പോ പായസം കൂടി എടുക്കണേ. CCTVയോ? ഞാൻ കിളി പറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ പറഞ്ഞവൻ ചെവിയിലേക്ക് കയറായിട്ട് ഞെട്ടിയാണെന്ന് പോയി ചോദിച്ചു. അവൻ വാപതി ചിരിക്കുന്നുണ്ട്. CCTV അല്ല, പായസം അതൊന്ന് എടുക്കുവോ എന്ന്. അവൻ പാതി കുടിച്ചു വെച്ച പായസത്തിന് ഗ്ലാസ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു. ഞാൻ തലയാട്ടി അതെടുത്ത് അവനെ നേരെ നീട്ടി. കയ്യിൽ വെച്ചോ, ആവശ്യം വരുമ്പോൾ ഞാൻ എടുത്തോളാം. അവനൊന്ന് ഊന്നി പറഞ്ഞു. ആ ഗ്ലാസും കയ്യിലെടുത്ത് അവന്റെ പുറകെ വാഷിംഗ് ഏരിയയിലേക്ക് നടന്നു. ഞാൻ നേരത്തെ ലെറ്റർ ഇടുന്ന ആളറിയില്ലെന്നൊക്കെ പറഞ്ഞ പച്ചക്കള്ളം തന്നെയാ. ആദ്യ ദിവസം നീ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ തന്നെ നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ.
ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ഈവനിങ് വരുന്ന സമയത്തും ഒച്ചിനെ പോലെ തല പുറത്തിട്ട് നോക്കുന്ന ഞാൻ കാണാറുണ്ട്. അതേപോലെ നീ അന്ന് വന്ന് എന്നെ നെഞ്ചിലടിച്ചില്ലേ, അന്ന് എനിക്കും ചെറുതായിട്ടൊന്ന് സ്പാർക്കി. പിന്നെയുള്ള 3 ദിവസം നിന്നെ കാണാത്തപ്പോൾ നിരാശ തോന്നിയെങ്കിലും പിറ്റേത് മുതൽ എനിക്ക് വന്ന ലെറ്ററിൻ്റെ അവകാശം നീയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഒരു ഉറപ്പിന് വേണ്ടി ആ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചു. പിന്നെ ഞാൻ അടുത്തൂടെ പോകുമ്പോൾ ചന്തയിക്കേണ്ട പരിചയം കാണിക്കാത്തോ, ഞാൻ ദൂരെത്തുമ്പോൾ തിരിഞ്ഞൊന്ന് ബോധം പോയതുപോലെ ഇരിക്കുന്നതൊക്കെ കണ്ട് അറിയാതെ എപ്പോഴാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്, മനസ്സിലായോ? അല്ലാതെ നീ ഡെയിലി ഇട്ടെന്ന വിവരക്കേട് നിറച്ച പേപ്പർ കൊണ്ടല്ല. അവൻ കൈ കഴുകി കയ്യിലെ വെള്ളം എൻ്റെ സാരിയുടെ മുന്താണിൽ തുടച്ചുകൊണ്ട് പറഞ്ഞിരുത്തിയതും ഞാനും നോക്കി വിളറി ചിരിച്ചു. ഇപ്പൊ ഞാൻ പോവാണേ, അപ്പൊ നമുക്ക് പിന്നെ ഒന്ന് വിശദമായിട്ട് കാണണം. എന്റെ താടിലും തട്ടി ഒറ്റക്കണ്ണിറക്കി പറഞ്ഞാൽ പോയതും ഞാനും ദീർഘനിശ്വാസം വിട്ടു. ദൈവമേ, ഈ കുറച്ച് സമയം കൊണ്ട് ഞാൻ എന്തൊക്കെ കേട്ടു, എന്തൊക്കെ അറിഞ്ഞു. ഓക്കെ ആലോചിച്ച് ദേഹത്തൂടെ ഒരു കുളിരി കോരിയതും ഞാനും തലകുലുക്കി. അപ്പോഴാണ് കയ്യിലെ പായസം കണ്ടത്. പായസത്തിന്റെ ഓണർ പോയില്ലേ, ഇനി എന്തിനിതൊന്ന് ചിന്തിച്ചാൽ വലിച്ചെറിയാൻ തോന്നിയെങ്കിലും അറിയാതെ എൻ്റെ കൈ ആ ഗ്ലാസ് ചുണ്ടിനോട് അടുപ്പിച്ചു. അവൻ കുടിച്ചതിന്റെ ബാക്കി കുടിച്ച് ഗ്ലാസ് വേസ്റ്റ് പിന്നിലേക്ക് എറിഞ്ഞ് തിരിഞ്ഞപ്പോൾ നേരെ പോയി എന്തിനോടിച്ചു. തല പൊക്കിയതും നേരത്തെ പോയ മുതലെന്റെ മുമ്പിൽ. എന്റെ പായസം തീ എന്റെ അടുത്തേക്ക് വന്ന് ഒറ്റപ്പുരികം മുഖി ചോദിച്ചു. ഞാൻ പരവേശം കൊണ്ട് ഒരേ സമയം വായിലേക്കും പിന്നിലേക്കും ചൂണ്ടി. നേരത്തെ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ നിന്റെ കൈ നിർത്തണമെന്നല്ലേ പറഞ്ഞേ, എടുക്കട്ടെ? കീഴ്ചുണ്ടി കടിച്ചാവൻ ചോദിച്ചു. ഞാൻ ഒരേ സമയം വേണമെന്നില്ലെന്നും തലയാട്ടി. അത് കണ്ട് അവന്റെ മീശ ഒന്ന് ചെറുതായി പിരിച്ച് മുട്ടുകാൽ ഭിത്തിയിൽ ഊന്നിക്കൊണ്ടവൻ എന്റെ മേലേക്ക് ചാഞ്ഞ് അവന്റെ വലത് കൈ കൊണ്ട് എന്റെ കവിൾ കൂട്ടി. എന്റെ മുഖം അവന്റെ മുഖത്തോട് അടുപ്പിച്ച് അവന്റെ കീഴ്ചുണ്ടുകൊണ്ട് എന്റെ മേൽച്ചുണ്ടിൽ പറ്റി പിടിച്ച പായസം നുണഞ്ഞതും ഞാനൊന്ന് വിറച്ചുപോയി. ഇരു ചുണ്ടുകൾ ഒന്നുകൂടി ബലമില്ലാതെ എന്റെ ചുണ്ടിൽ അമർത്തി അവൻ എന്നിൽ നിന്ന് അകന്നു. ഞാൻ സാരിയുടെ മുന്താണി കയ്യിൽ പിടിച്ച് ഞെരുക്കിക്കൊണ്ടിരുന്നു. ഭയങ്കര സ്വീറ്റായിരുന്നു. കീഴ്ചുണ്ടിന് നാവ് കൊണ്ട് തഴുകിയാവൻ പറഞ്ഞു. ഞാൻ കണ്ണുമിഴിച്ച് നോക്കി. പായസം സ്വീറ്റായിരുന്നു എന്ന് ചുണ്ടു കൂർപ്പിച്ച് എയർ കീസ് തന്നുകൊണ്ട് പറഞ്ഞവൻ തിരിഞ്ഞടന്നു. ഞാൻ പുറകിൽ നിന്ന് വിളിച്ചു. എന്താ? പൊരിക 2 പൊക്കിയൊരു താളത്തോടെ അവൻ ചോദിച്ചു. അത് ലിപ്സ്റ്റിക് ചുണ്ടില്. ഞാൻ ഇളിച്ചുകൊണ്ട് അവന്റെ ചുണ്ടി നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. ആ കുഞ്ഞിക്കണ്ണ് ചെറുതായിക്കൊണ്ട് എന്നെ നോയി ചിരിച്ച് ഇടത് കൈ കൊണ്ട് കീഴ്ചുണ്ട് അമർത്തി തുടച്ചു. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വീട്ടുകാരെ എക്സ്പോർട്ട് ചെയ്ത് ഫ്ലാറ്റിലോട്ട് വരട്ടെ? ഈ പൊട്ടിത്തെറിച്ചതിനെ ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിക്കാൻ. എന്റെ ചെറുവിരൽ അവന്റെ ചെറുവിരൽ കോർത്തുകൊണ്ട് എന്റെ ചെവിക്കരികിൽ വന്നവൻ ചോദിച്ചു കേട്ട് എന്റെ ചുവന്ന മുഖം മറക്കാൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആ മുഖം കുറച്ചുകൂടി നടപ്പിച്ചേ. ഫോട്ടോഗ്രാഫർ തന്നെ വിളിച്ചു പറഞ്ഞു. ഞാനൊന്ന് അമർത്തി പള്ളിയടിച്ചു. ഇപ്പൊ തന്നെ മനുഷ്യൻ എങ്ങനെ ഈ കണ്ണും നോയി കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതെന്ന് ദൈവത്തിനറിയാം. അപ്പോഴാ മുഖം ഒന്നുകൂടി അടുപ്പിക്കാൻ വേണ്ടി ഒരു സേവ് ദി ഡേറ്റും കോപ്പും. ഫോട്ടോഗ്രാഫറുടെ വായിന്ന് വീണ് കേട്ടില്ലോ. ഈ ചെക്കനാണെങ്കിൽ ഒരു കൂസില്ല കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് വരണം. ചിരിച്ചാ പിന്നെ നമ്മൾ വീഴാണ്ടിരിക്കുക. അന്തസായി വായി നോക്കി. വാവ്, സൂപ്പർ ഷോട്ട്. ക്യാമറാമാൻ കാറി പൊളിച്ചപ്പോഴാണ് അകന്ന് മാറിയത്. ആരും കാണാതെ ഇടുപ്പിലൊന്നുള്ളി ജയ് ഫോട്ടോഗ്രാഫറുടെ അടുത്തേക്ക് പോയതും ഞാൻ അവിടെയുള്ള ബെഞ്ചിലേക്ക് കയറിയിരുന്ന് ഫോൺ എടുത്ത് തോണ്ടാൻ തുടങ്ങി. കൊമ്മിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുകയാണ്. ജോലി കിട്ടാതെ കെട്ടൂലെന്ന് ശരൺ പറഞ്ഞു. അങ്ങനെ കെട്ടി ഇറങ്ങിയതാണ് ആശാത്തി. ഞാൻ പിന്നെ വെറുതെ ഇൻസ്റ്റ എടുത്ത് നോക്കി. ഇപ്പൊ ഇവിടെ എനിക്ക് ഒടുക്കത്തെ മാർക്കറ്റാ. വെറും 500 ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്നു. എനിക്കിപ്പം 5K ആണ് ഫോളോവേഴ്സ്. ഒക്കെ ഞാൻ കെട്ടാൻ പോകുന്നതിന്റെ ഐശ്വര്യം. ഞാൻ ഇന്ന് ഇവിടെ വന്ന് 4 ആൾ അറിയിച്ചില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു. നേരെ ഗ്യാലറിയിലേക്ക് ഇട്ട് വന്നപ്പോൾ എടുത്ത സെൽഫി മൊത്തം ഒഴിഞ്ഞു. ഞാൻ ഒറ്റക്കുള്ളൊന്നും കൊള്ളാത്തതുകൊണ്ട് ഞാനും ചെയ്യും ഒരുമിച്ച് എടുത്തതിന് എന്നെ മാത്രം കാണാൻ ഭംഗിയുള്ള സെലക്ട് ചെയ്തു. ആ ഫോട്ടോയിലും ജയുടെ കണ്ണുകൾ ചിരിക്കുമ്പോൾ ചെറുതായിട്ടുണ്ട്. അതൊന്ന് സൂം ചെയ്ത് തലയുരുത്തി നോക്കുമ്പോൾ കണ്ടതും ഒരു മൂലക്ക് കൈയും മാറിൽ കെട്ടി അതേ പുഞ്ചിരിയോടെ എന്നെ നോക്കുന്ന ജയ്യാണ്. അത് കണ്ടതും എന്റെ ചുടികളൊന്ന് വിടർന്നു. അവനെ ഒന്ന് കണ്ണു ചെമ്മി കാണിച്ച സ്റ്റോറി ഇടാൻ വെച്ച് ഞങ്ങളുടെ ഫോട്ടോക്ക് ക്യാപ്ഷൻ എന്ന പോലെ ഞാൻ ടൈപ്പ് ചെയ്തു. ദി എൻഡ്.